ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. കുറച്ച് മുൻപ് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതായത് ലാലേട്ടൻ വന്നിട്ട് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ്, ശരിക്കും ഈ പവർ ടീം കൺസെപ്റ്റ് ആവശ്യമുണ്ടോ? ഒരുപാട് അതിൻ്റെ പേരിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടോ? അപ്പോൾ ശ്രീരേഖ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് വ്യക്തമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു സാർ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നത് അതിന് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്തു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിജോ പറയുകയാണ്, നോമിനേഷൻ ഫ്രീ എന്ന് പറയുന്ന സംഭവം അതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അപ്പോൾ അടുത്ത നമ്മുടെ ജാസ്മിൻ പറയുകയാണ്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റേണ്ട പല സമയത്തും അത് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അൻസിബ പറയുകയാണ്, ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വലിയ ടാസ്ക് ആണിത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, പക്ഷെ അവിടെ നിന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റും, ആരും അത് ശ്രമിച്ചില്ല എന്ന് പറയുകയാണ്. ശേഷം നമ്മുടെ സായി പറയുകയാണ്, ട്രസ്റ്റ് ഇല്ല, തമ്മിൽ ഒരു ട്രസ്റ്റും ആർക്കും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ റസ്മിൻ പറയണം, ശരിക്കും ഈ പവർ എന്നുള്ളത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയണം, പവർ റൂം എന്നൊരു റൂം ആവശ്യമില്ലെന്നാണ് പറയുന്നത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ഒരു പവർ റൂം കൺസെപ്റ്റ് നിർത്തലാക്കാനായിട്ട്, ഈ ഒരു പവർ റൂം എന്നുള്ള ഈ ഒരു റൂം അടച്ചു പൂട്ടാനായിട്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ ഇത് ചോദിക്കുന്നത്. ഈ ഒരു പവർ റൂം അടച്ചു പൂട്ടാൻ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരുപാട് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പവർ റൂം അടച്ചു പൂട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു പവർ റൂമിൽ നിന്നുകൊണ്ട് പല മത്സരാർത്ഥികളും സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസ് എവിക്റ്റായി പോവുകയും ചെയ്തു. അതേസമയം തന്നെ ഈ സേഫ് ഗെയിമേഴ്സ് കളിക്കുന്ന പല കണ്ടസ്റ്റൻസും ഈ ഒരു പവർ റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുക. അതായത് അവർക്ക് ഈ ഒരു നോമിനേഷനിൽ വരാനോ അല്ലെങ്കിൽ നോമിനേഷനെ ഫേസ് ചെയ്യാനോ ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് അവർ ഈ ഒരു പവർ റൂമിനകത്ത് ഒളിച്ചിരുന്നുകൊണ്ട് അവർ മാക്സിമം രക്ഷപ്പെടുന്ന ഒരു കുറേ പ്രവണതകൾ നമ്മൾ പല വീക്കിലും കണ്ടു. എന്തായാലും പിന്നെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പവർ റൂമിനകത്ത് ഒളിച്ചിരുന്നിട്ട് അവസാനം പവർ റൂമിന് പുറത്ത് വന്നപ്പോൾ പ്രേക്ഷകർ തന്നെ പിടിച്ച് പുറത്താക്കി, എവിക്റ്റാക്കി എന്നൊക്കെയുള്ള പല മത്സരാർത്ഥികളെക്കുറിച്ചും ഓരോന്ന് അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പവർ റൂം എന്നുള്ളത് സത്യത്തിൽ നല്ല രീതിയിൽ കളിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ അത് പല മത്സരാർത്ഥികളും സത്യത്തിൽ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. പലരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഈ ഒരു പവർ റൂമിനകത്തേക്ക് പലരെയും സേഫ് ആക്കാനും അതുവഴി നോമിനേഷൻ ഫ്രീ ആക്കാനും ഒക്കെ ശ്രമിച്ചു. അതേസമയം തന്നെ ഈ പവർ റൂമിനകത്തേക്ക് കയറി മറ്റുള്ളവരെ ഇവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിൽ ഭരിക്കുക, രാജഭരണം പോലെ ഭരണത്തിലോട്ട് കൊണ്ടുവരുന്ന രീതിയിലൊക്കെ പല മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഈ ഒരു പവർ റൂം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആ ഒരു കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ളത് പോലും വീണ്ടും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും പവർ റൂം അടച്ചു പൂട്ടും എന്ന കാര്യം വ്യക്തമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയായിരിക്കും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. ബിഗ് ബോസും ലാലേട്ടനൊക്കെ ഈ ഒരു പവർ റൂം അടച്ചു പൂട്ടുമോ, എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്, പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു പവർ റൂമിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചെയ്യുന്നതായിരിക്കും.